NREG വർക്കേഴ്സ് യൂണിയൻ പന്മന ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കണമെന്നും പ്രതിദിന വേതനം 600 രൂപയാക്കണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പന്മന പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക, പ്രതിദിന വേതനം 600 രൂപയാക്കുക, തൊഴിൽ സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാക്കുക, അപ്രായോഗികമായ NMMS, ജിയോടാഗ് എന്നിവ പിൻവലിക്കുക, യഥാസമയം കൂലിയും സാധന സാമഗ്രികളുടെ വിലയും ലഭ്യമാക്കുക, സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബജറ്റ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ തരത്തിലേക്ക് കൊണ്ടുവന്ന പദ്ധതി, പട്ടിണി മരണം ഒഴിവാക്കാൻ കൊണ്ടുവന്ന പദ്ധതി, ആ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ തരത്തിലേക്കുള്ള ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കുറവ് ചെയ്തുകൊണ്ട് ഈ പദ്ധതിയെ തകർക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറും എന്ന് പറഞ്ഞാൽ 1,28,000 കോടി രൂപ ആദ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 86,000 കോടിയായി. ആ 1,28,000 കൂടി വർധന വരുത്തിക്കൊണ്ട് 200 ദിവസം തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള പണം അനുവദിക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. പന്മന ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് കുഞ്ഞുമണി അധ്യക്ഷത വഹിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സജിത് രഞ്ജ്, യൂണിയൻ ഏരിയ സെക്രട്ടറി ആർ രാമചന്ദ്രൻ പിള്ള, KA നിയാസ്, രാജമ്മ ഭാസ്കരൻ, MB പ്രസാദ്, അഹമ്മദ് മൻസൂർ, പഞ്ചായത്ത് അംഗം അനീസ നിസാർ, ചന്ദ്രമോഹൻ, ഉഷാറാണി, ഷാഹിദ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.